സൈന്യങ്ങളെ യഹോവേ എത്ര വിദഗ്ധമായി ദൈവനാമത്തിൽ സ്നേഹമുണ്ടാകും. प्रभु यीशु मसीह के नाम में सबको प्रणाम। വീണ്ടും നമ്മൾ ദൈവവചന പഠനത്തിന് മുമ്പാകെ ആയിരിക്കുക. हम परमेश्वर का वचन मनन करने के लिए उनके सामने बैठा हुआ है। ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ദൈവരാജ്യം എന്നതാണ്. आज का हमारा जो विषय है परमेश्वर के राज्य। ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ചാർട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പേ ഡിസ്പ്ലേ ചെയ്യുക. ये परमेश्वर के राज्य के बारे में एक डिस्प्ले मैंने जो बनाया है आपका सामने मैं पेश कर रहा हूँ। ദൈവരാജ്യത്തിന് മറ്റൊരു പദപ്രയോഗം ബൈബിൾ കാണുന്നുണ്ട്, സ്വർഗരാജ്യം എന്നതാണ്. परमेश्वर के राज्य के बारे में दूसरा मत्ती के किताब में स्वर्ग के राज्य करके लिखा है। ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണോ അതോ രണ്ടാണോ? परमेश्वर के राज्य और स्वर्ग की राज्य दो है या एक है करके लोग सोचता है। ഇത് വിശ്വാസയോഗ്യമാണോ അതോ ഒരു കഥയാണോ? ये विश्वास के योग्य है या एक कहानी है? ഇതൊരു ആലങ്കാരിക പദപ്രയോഗമാണോ അക്ഷരികമായ ഒരു രാജ്യമാണോ? ये सच्चाई में ऐसे एक है या हम सिर्फ हमारा दिमाग का सोच है? എല്ലാ ക്രൈസ്തവരുടെ ഇടയിലും ഇതൊരു വലിയൊരു ചോദ്യമാണ്. हर मसीह लोग इसके बारे में ऐसे सोचता है। എന്നാൽ ഇതിന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. ये परमेश्वर का वचन क्या कहते हैं हम वचन में देखते हैं। ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ये विषय के बारे में हम जब सीख रहे हैं, ഈ അടുത്ത സമയത്തും ഇവയെക്കുറിച്ച് എതിരായിട്ടുള്ള പഠിപ്പിക്കലുകൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ये नजदीकी समय में भी लोग इसके बारे में उल्टा पुल्टा सिखाता है। പഠിപ്പിക്കുന്ന സീനിയർ അധ്യാപകർ തന്നെ ये बहुत इसके बारे में जो सिखा हुआ लोग खुद ही ऐसे गलत काम करता है। ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു ദൈവരാജ്യം ഇല്ല എന്ന് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ये ऐसे एक परमेश्वर के राज्य कुछ है ही नहीं करके लोग सिखाता है। അത് ഇസ്രയേലിന് മാത്രമുള്ളതാണ്, ക്രൈസ്തവർക്ക് ബാധകമല്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടു. कुछ लोग ऐसे भी सिखा है कि ये परमेश्वर के राज्य सिर्फ इस्राएल के लिए है और परमेश्वर का कलीसिया के लिए नहीं है करके लोग सिखाता है। വ്യത്യസ്ത ഓർഗനൈസേഷനിൽപ്പെട്ടവർ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. कहीं कहीं ऑर्गेनाइजेशन में कहीं कहीं तरीके में उस चीज को पढ़ाता है। അതുകൊണ്ട് ജനങ്ങൾക്ക് ആകപ്പാടെ സംശയമാണ്. इसलिए लोग बहुत सारे कंफ्यूजन में है। എന്നാൽ ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ നിറഞ്ഞ ഒരു വിഷയമാണ്. ये हमारे लिए हमारा बहुत बड़ा आशा है। ഇവിടെ ഈ ചാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ये चार्ट में हम देखते हैं, ഈ ചാർട്ടിന്റെ പൂർണ്ണ രൂപം ക്ലാസിന്റെ ആരംഭം മുതലേ തുടങ്ങിയതാണ്. ये चार्ट अपना पूर्ण रूप में हमारे पढ़ाई के शुरुआत से लेके हमने दिखाया है। ഇപ്പോൾ വീണ്ടും അത് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. फिर से आप लोगों को मैं दिखाना चाहता हूँ। ദൈവരാജ്യം എപ്പോഴാണ് സ്ഥാപിതമാകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. परमेश्वर के राज्य कब उसका शुरुआत होगा करके मैं आपको सिखाना चाहता हूँ। ദൈവരാജ്യവും ഭക്ഷണവുമല്ല പാനീയവുമല്ല എന്ന് പറയുന്ന വേദഭാഗമുണ്ട്. परमेश्वर के राज्य खाना नहीं है, पीने की चीज नहीं है। ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നും വേദപുസ്തകത്തിലെ വാക്യമുണ്ട്. परमेश्वर का राज्य हमारे बीच में है करके वचन में लिखा है। അതെന്താണ് അർത്ഥമാക്കുന്നത്? इसके बारे में क्या हम सीखेंगे? അവിടെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മീയ സാന്നിധ്യമാണ്. और परमेश्वर के राज्य हमारे बीच में करके जो बोलते हैं उसका मतलब है कि यीशु मसीह हमारे बीच में है। ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതാണ് വിഷയം. परमेश्वर के राज्य हमारे बीच में है, वो हमारा विषय है। വീണ്ടും പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ എന്ന. फिर से मैं बताना चाहता हूँ, परमेश्वर के राज्य खाना और पीना नहीं है, पवित्र आत्मा में खुशी है। അവയെക്കുറിച്ച് രത്നചുരുക്കമായി പറഞ്ഞാൽ, अगर हम उसको छोटा करके बताएंगे तो ഈ കൃപായുഗത്തിൽ ये कृपा का युग में നമ്മൾ അനുഭവിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. हम जो हमारे जिंदगी में जो मिलने वाला आत्मिक
आशीषों के बारे में वो चीज बताता है। മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും मन फिराकर बपतिस्मा लेके विश्वास में जीने वाला हर एक व्यक्तियों ആരാധനയും പാട്ടും രോഗശാന്തിയും മിറക്കിളും ഇതെല്ലാം അവിടെ ഇടയിലുണ്ട്. आराधना, गाना और खुशी मनाना प्रभु में, ये सब हमारे बीच में है। ഇത് പരിശുദ്ധാത്മാവിനാലാണ് നടക്കുന്നത്. ये सब पवित्र आत्मा के द्वारा होता है। പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ നാമത്തിലാണ് നടക്കുന്നത്. पवित्र आत्मा में भरकर यीशु मसीह के नाम से ये होता है। അവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. वही चीज के बारे में परमेश्वर का वचन कहता है। എന്നാൽ ഈ പറയുന്ന അക്ഷരീയമായ ഒരു രാജ്യത്തെ കുറിച്ചാണ്. बल्कि इसका इधर जो हम बताना चाहते हैं, जो आने वाला सच्चाई में जो हमारा सामने आने वाला एक राज्य के बारे में है। നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ വിഷയം हम जो देखेंगे और सुनेंगे इस विषय ദൈവത്തിന്റെ പരമേശ്വർക്ക് ആനന്ദ യോജന എന്ന ഒരു ടൈറ്റിൽ കൊടുത്താണ് ഈ ചാർട്ട് ഞാൻ കാണിക്കുന്നത്. परमेश्वर का आनंद योजना करके एक टाइटल इसमें मैंने डाला है। അതിൽ യുഗാനുയുഗമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവചന നിവൃത്തിയായ വിഷയങ്ങളുണ്ട്. ये एक युग के बारे में दूसरा युग में ऐसे चलने वाला भविष्यवाणी का जो कंप्लीटनेस, उसका जो कंप्लीशन जो है उसके बारे में मैं दिखा रहा हूँ। നമ്മൾ ഏറെ നാളുകളായി ഈ ചാർട്ട് കാണിച്ചാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. बहुत दिन से ये चार्ट का द्वारा हम पढ़ाई करते हैं। വീണ്ടും ആ ചാർട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. फिर से मैंने यही चार्ट आप लोगों के सामने दिखाना चाहता हूँ। എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? इसके बारे में हम क्या सोचते हैं? സൃഷ്ടിപ്പിന്റെ ഒരു ആരംഭം, ഇതിനിടയിലെ കാര്യം, അവസാനം എല്ലാം ഈ ചാർട്ടിൽ വരുന്നുണ്ട്. सृष्टि से लेके आखिरी दिन तक का हर चीज इस चार्ट के अंदर हमने रखा है। അങ്ങനെ വിട്ടുപോയ വിഷയങ്ങൾ പിന്നത്തേതിൽ പഠന വിഷയമായി നമ്മൾ എടുക്കും. जो छोड़ा हुआ चीज हमने अभी जो छोड़ दिया है वो बाद में हम उस विषय को फिर से पढ़ाएंगे। ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടം കൃപായുഗമാണ്. जो हम जो अभी जो जा रहा है, जो चल रहा है, वो कृपा युग से हम चल रहा है। ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ये पहले वाले जो एपिसोड में കർത്താവ് യേശുവിന്റെ വരവ് അനന്തര സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. मसीह का जो आगमन और उनका आने, उसका आगे जो आने वाला जो संभवों बातों के बारे में हमने सीखा है। യേശു ക്രിസ്തുവിന്റെ വരവിൽ വിശുദ്ധന്മാരെ എടുത്തുകൊള്ളപ്പെടുകയും यीशु मसीह के जो आगमन में जो पवित्र जन उड़ाए जाएंगे വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. और पवित्र लोगों को प्रतिफल देगा, उसके बारे में हमने सोचा है। ഇത് കൃപായുഗം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ये कृपा युग खत्म होने के बाद ये बात चालू होगा। ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യവുമാണ്. ये इधर नहीं, सिर्फ स्वर्ग में चलने वाला बात है। അതേസമയം ഭൂമിയിൽ മഹാപീഡനം നടക്കേണ്ടത് ആവശ്യമാണ്. जब ये सब चीज स्वर्ग में चलेगा, वहां यही पृथ्वी पर एक बहुत मुसीबत के समय पर चलते रहेंगे। കർത്താവ് യേശു പറഞ്ഞു, यीशु मसीह ने ऐसे कहा हमसे, ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിക്കാത്തതും दुनिया का शुरुआत से लेके आज तक नहीं हुआ एक बात, ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം വരുന്നു എന്ന് പറഞ്ഞു. और कभी नहीं आने वाला इतना बड़ा एक कष्ट उस समय पर होगा इस पृथ्वी ആ पर। ലോകത്തിന്റെ അതിഭയങ്കരമായ കഷ്ടതയുടെ ഒരു പ്രവചനമാണ് ഈ കാണുന്ന ഇത്രയും വിഷയങ്ങൾ. ये जो आप देखने वाला जो विषय है, एक कष्ट के बारे में बताता है। അത് 7 വർഷം ഭൂമിയിൽ നടക്കേണ്ട സംഭവമാണ്. ये 7 साल इस पृथ्वी पर चलते रहेगा। ആധുനിക ലോകത്തിൽ നടക്കേണ്ട സകല യുദ്ധ സാമഗ്രികളും യുദ്ധത്തിൽ ഇവിടെ ഉപയോഗിക്കപ്പെടും. ये दुनिया, ये संसार में जो जितना भी चीज जो वार के लिए बनाया गया है, लड़ाई के लिए बनाया गया है, वो हर चीज इधर इस्तेमाल हो जाएगा। അവിടെ ഒന്നാം മുദ്രയിൽ തുടങ്ങുന്ന കഷ്ടകാലം ये पहले मुद्रा में जो चालू होने वाला जो मुसीबत के समय, ക്രോധകലശം എന്ന അവസാനത്തെ കഷ്ടതയോടുകൂടെ ആ 7 വർഷം അവസാനിക്കുന്നു. ये 7 साल क्रोध की कटोरे का साथ साथ खत्म हो जाएगा। അതിനുശേഷം സംഭവിക്കേണ്ട വിഷയമാണ് നമ്മുടെ പഠന വിഷയം.
उसके आगे जो होने वाला विषय है हम उसके बारे में पढ़ना चाहता है. ദൈവരാജ്യം എന്ന പഠന വിഷയത്തിലേക്ക് കയറുമ്പോൾ ആ പാർട്ട് മാത്രം ഇവിടെ കൊണ്ടുവരികയാണ്. जो परमेश्वर के राज्य के बारे में हम सिखाएंगे, सिर्फ वही बातों को हम सीखेंगे. നിങ്ങൾ ഈ ചാർട്ടിൽ ഒന്ന് ശ്രദ്ധിക്കുക. आप लोग इस चार्ट की तरफ देखिए. മസീഹ് സന്തോംഗെ സാത്ത് ആരഹാഹെ എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കർത്താവ് തന്റെ സകല വിശുദ്ധന്മാരെയും കൊണ്ട് ഭൂമിയിൽ ഭരിക്കുവാൻ വരുന്ന വരവാണിത്. प्रभु यीशु मसीह सारे संतों के साथ इस पृथ्वी पर राज करने के लिए जो आ रहा है उसी के बारे में मैं सिखाना चाहता हूँ. ഓക്കെ, ഇവിടെ ഈ കൃപായുഗം കഴിയുന്നു. ये कृपा का युग खत्म हो रहा है इधर. പിന്നെ 7 വർഷത്തെ ഒരു പുതിയ യുഗം വരുന്നു. और 7 साल का एक मुसीबत के समय पर आ रहा है. അത് ട്രിബുലേഷൻ പീരീഡ് ആണ്. उसको ट्रिबुलेशन पीरियड करके बाइबल में लिखा है. ആ 7 വർഷം ഭരിക്കുന്നത് ആന്റിക്രൈസ്റ്റ് എന്ന ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും. ये परमेश्वर का प्रभु यीशु मसीह के जो विरोधी मसीह विरोधी करके जो कहने वाले एक पॉलिटिकल लीडर इस दुनिया को 7 साल राज करेंगे. 1 തെസ്സലോനിക്കർ 3:13 നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ എന്ന് അവിടെ കാണുന്നു. पहले तेसलोनिकिया 3:13 कि जब हमारा प्रभु यीशु अपने सब पवित्र लोगों के साथ आए तो वे हमारे परमेश्वर और पिता के सामने पवित्रता में निर्दोष ठहरे. ദൈവത്തിന്റെ വിശുദ്ധന്മാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. परमेश्वर के पवित्र लोग स्वर्ग से लेके पृथ्वी पर आने उनका जो आगमन है उसके बारे में वहां लिखा है. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലായിരിക്കുന്ന വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടാൻ ഒരു സമയം ഉണ്ട്. अगर ऐसा है तो ये पृथ्वी पर अभी रहने वाला पवित्र लोग स्वर्ग में जाने का भी एक व्यवस्था है. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യപരം എന്ന് പറയുന്നത്. इसके बारे में वचन कहता है यीशु मसीह का एक रहस्य आगमन है. അതിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെ പറയാം. उसके बारे में हम ऐसे देखते हैं. കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് പോയ വിശുദ്ധന്മാരും രൂപാന്തരപ്പെട്ടു പോയ വിശുദ്ധന്മാരുമായി ഒരുമിച്ച് സ്വർഗത്തിൽ നിന്ന് വരികയാണ്. प्रभु यीशु मसीह का जो रहस्य आगमन में जो मरे हुए लोग जो जी उठाए और यीशु मसीह के पास चला गया, जो इधर रहने वाला रूपांतरण होकर इस पृथ्वी से चला गया, ये दोनों मिलकर इस पृथ्वी पर वापस आ रहा है. 2 തെസ്സലോനിക്കർ 1:6 നമുക്ക് വായിക്കാം. दूसरा तेसलोनिके उसका 1:6 हम पढ़ते हैं. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് അവിടെ വായിക്കുന്നത്. दूसरा तेसलोनिया 1 के साथ उस समय जबकि प्रभु यीशु अपने सामर्थी स्वर्गदूतों के साथ धधकती हुई आग में स्वर्ग से प्रकट होगा. സ്വർഗദൂതന്റെ സാത്ത് എന്ന് പറയാ, സ്വർഗത്തിലെ ദൂതന്മാരുമായി വരുന്നു എന്ന് പറയുന്നത് स्वर्ग में जो स्वर्गदूतों के साथ जो आ रहा है करके जो इधर बताता है, സ്വർഗദൂതന്മാരെ പോലെ ആയി തീർന്ന വിശുദ്ധന്മാരെയാണ് അത് കാണിക്കുന്നത്. स्वर्ग का दूत के जैसे बनाया हुआ परमेश्वर के जो संतों के बारे में यहाँ बताता है. ഉയർത്തെഴുന്നേറ്റും രൂപാന്തരപ്പെട്ടും സ്വർഗത്തിലേക്ക് പോകുന്ന വിശുദ്ധന്മാർ, जो कब्र से उड़ा हुआ परमेश्वर का भक्त लोग और जो पृथ्वी पर जो रहा हुआ संत लोग, दोनों रूपांतरण होके स्वर्ग में चला गया. वही लोग के बारे में एक बताते हैं. അവർ ദൈവസന്നിധിയിൽ ദൂതതുല്യരാണ്. वो परमेश्वर के सन्मुख स्वर्ग दूत के जैसा दिखते हैं. അവർ സ്വർഗീയന്മാരാണ്. वो स्वर्गीय लोग है. അവർക്ക് ദ്രവത്വമുള്ള ബലഹീനതയില്ല. वो मरने वाले एक शरीर उनको नहीं है. അതുകൊണ്ട് 1000 ദൈവദൂതന്മാരുമായി വരുന്നു എന്ന് പറയുന്നത് ദൂതന്മാരെ പോലെ ആയി തീർന്ന സഭയാണ് വരുന്നത്. वो हजारों स्वर्गदूत के साथ वो आ रहे करके जब बताते हैं, वचन यहाँ ये सोचता है कि ये बताता है कि हजारों संत लोगों के साथ यीशु मसीह आ रहा है. യൂദയുടെ ലേഖനം 15 വാക്യത്തിൽ यूदा का पुस्तक उसका 15 वाक्य 1000 വിശുദ്ധന്മാരുമായി വരുന്നു എന്ന് പ്രവചനമായി വിളിച്ചു പറയുകയാണ്. हजारों के साथ प्रभु
प्रकट हो रहा है करके लिखा है। വെളിപ്പാട് 1:7 വാക്യത്തിൽ प्रकाशित वाक्य 1 के 7 में ऐसे कहता है, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. देखिए वो बादलों में आ रहा है. ഏത് കണ്ണും അവന് കുത്തി തുളച്ചു വരും കാണത്തക്കോണം യേശു വരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हर एक आंख जो उसको भाला लगाए हुआ लोग भी उनको देखेंगे. ഇവിടെ ശ്രദ്ധിക്കുക, यहाँ आप ध्यान करें, സ്വർഗത്തിൽ പോയ സകല വിശുദ്ധന്മാരും ക്രിസ്തുവും ഒരുമിച്ച് ഭൂമിയിലേക്ക് വരുന്നു. स्वर्ग में गया हुआ सारे संत यीशु मसीह के साथ इस पृथ्वी पर आ रहे हैं. അവർ ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. और जो स्वर्ग दूतों से भी श्रेष्ठ होकर वहां से इधर आ रहा है. അവർ എന്ന് പറയുമ്പോൾ നമ്മളാണ് എന്ന കാര്യം മറന്നു പോകരുത്. जब वहां लिखा है वो लोग, हमको ये सोचने की हम लोग, അങ്ങനെ കർത്താവ് വരുമ്പോൾ जब यीशु मसीह से आता है, മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം, मत्ती का पुस्तक उसका 25 और 31 वाक्य, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുന്ന ഒരു പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. मत्ती का सुसमाचार 25 अध्याय और 31 वाक्य में ऐसे लिखा है, जब मनुष्य का पुत्र अपनी महिमा में आएगा और सब स्वर्गदूत उसके साथ आएंगे, तो वह अपनी महिमा के सिंहासन पर विराजमान होगा. അതിന്റെ അർത്ഥം ക്രിസ്തുവും തന്റെ എക്ലേശിയുമായി ഒരുമിച്ച് വരുന്നു. इसका मतलब है कि यीशु मसीह अपना कलीसिया के साथ इस पृथ्वी पर वापस आ रहा है. ആ യേശുവിന്റെ വരവെങ്കിൽ സ്വർഗത്തിലെ ദൂതഗണങ്ങൾ ഉണ്ടായിരിക്കും. उस यीशु मसीह के जो आगमन में स्वर्ग के दूत भी होंगे. എന്നാൽ പ്രധാനപ്പെട്ട വിഷയം ദൂതതുല്യരായി തീർന്ന ദൈവസഭയാണ് വരുന്നത്. इसका मुख्य विषय स्वर्गदूत नहीं, बल्कि स्वर्गदूत के जैसे बनाया गया हुआ परमेश्वर के संत लोग के आगमन है. അങ്ങനെ ഇതാ കർത്താവ് സ്വർഗത്തിൽ നിന്നും നീതിശൂര്യനായി വെളിപ്പെടുകയാണ്. यहाँ प्रभु यीशु मसीह एक धार्मिकता का सूर्य के माफी प्रकट हो रहा है. ഏത് കണ്ണും അവന് കുത്തിത്തുളച്ചവരെ കാണത്തക്കവണ്ണമാണ് കർത്താവ് വരുന്നത്. हर आंखें उसको देखेंगे. ഇത് പരസ്യ പ്രത്യക്ഷത എന്ന് പറയും. इसको बोलते हैं कि सबके सामने प्रकट होने वाला बात है. ഇതാ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരുന്നു. ये स्वर्ग खुलता है और पृथ्वी पर आ रहा है. ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരുശലേമിലേക്കാണ് വരുന്നത്. पृथ्वी के जो बीच में जो यरूशलेम है, यरूशलेम में यीशु मसीह आ रहा है. അവിടെ ഒലിവ് മല എന്ന ഒരു പർവ്വതമുണ്ട്, മൗണ്ട് ഓഫ് ഒലിവ്. उधर ओलिव का पहाड़ है. അവിടെ കർത്താവ് വരും എന്നാണ് പ്രവചനം പറഞ്ഞിരിക്കുന്നത്. वचन में ऐसे है कि ओ ओलिव पहाड़ में यीशु मसीह आएंगे. അവിടെ ചെമ്മരിയാടുകളെയും കോലുകാടുകളെയും രണ്ടായി വേർതിരിക്കുന്ന ഒരു ന്യായവിധി ഉണ്ടാകും. उधर एक भेड़ और बकरियों के बीच में एक न्याय होगा. ആ ന്യായവിധിക്ക് ശേഷം കർത്താവ് യെരുശലേമിൽ രാജധാനി സ്ഥാപിക്കും. वो न्याय के बाद में प्रभु यीशु मसीह अपने सिंहासन यरूशलेम में डालेंगे. അപ്പോൾ കർത്താവ് വരുന്ന വരവെങ്കിൽ യഹൂദന്മാർ അഥവാ ഇസ്രായേലിയർ യേശുവിനെ കാണും. जब यीशु मसीह सबके सामने प्रकट होगा, ये यहूदी लोग उसको आमने सामने देखेंगे. ഏത് കണ്ണും അവനെ കാണുമെന്നാണ്. ये हर एक आंख उसको देखेंगे. അവനെ കുത്തി തുളച്ചവരും അവനെ കാണുമെന്നാണ് उसको जो എഴുതിയിരിക്കുന്നത്. बाला से जो मारा है वो लोग भी उसको देखेंगे. യഹൂദന്മാരാണ് യേശുവിനെ കുത്തി തുളച്ചതും യേശുവിനെ അങ്ങനെ കഷ്ടത്തിലേക്ക് ആക്കിയതും. जो उसको मारा गया लोग मतलब यहूदी लोग के बारे में वचन कहता है. യഹൂദന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് മേഘത്തിൽ വെളിപ്പെടുമ്പോൾ यहूदियों को आशीष देते हुए यीशु मसीह बादल में प्रकट होगा. അവർക്ക് മനസ്സിലാകും ഞങ്ങളുടെ പിതാക്കന്മാർ അറിയാതെ ക്രൂശിച്ചു കൊന്ന മസിയാണത്. वो लोग इस बार उस समय पर समझ जाएंगे, ये जो यीशु मसीह जो आ रहा है उन्हीं को हमारा पिता लोग उनको मारा गया, वही यीशु मसीह वापस आ रहा है. അപ്പോൾ കർത്താവ് യേശു उस समय पर यीशु मसीह അവിടെ സിയോൻ പർവ്വതം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രശസ്തി ബൈബിൾ പറയുന്നത് सियोन के पहाड़ करके जो लिखा हुआ उसके बारे में, ഇസ്രായേലിന്റെ കേന്ദ്രഭാഗം ഏറ്റവും ഉയർന്നും പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ ഒരു പർവ്വതമുണ്ട്. इसराइल का जो बीच में बहुत ऊंचा एक पहाड़ है. 122 സങ്കീർത്തനം 3-ാം വാക്യമാണ്. 122 भजन संगीता
उसका तीसरा वाक्य है, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് അതിമനോഹരവും സർവ്വഭൂമിയുടെ ആനന്ദവുമായിരിക്കുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. वहां ऐसे लिखा है, हे यरूशलेम तू ऐसे नगर के समान बना है जिसके घर एक दूसरे से मिले हुए हैं. കർത്താവ് യേശു ദാവീദിന്റെ പട്ടണം എന്ന് പറയുന്ന സിയോൻ പർവ്വതത്തിലാണ് തന്റെ സിംഹാസനം സ്ഥാപിക്കുന്നത്. वो दावीद का शहर कहाँ हुआ? सियोन की नगरी में यीशु मसीह अपना सिंहासन को डालेंगे. ദാവീദ് ഭരിച്ച കൊട്ടാരം ഈ സിയോൻ പർവ്വതത്തിലാണ്. दाऊद राज किया हुआ जो उनका जो पैलेस है वो सियोन पहाड़ में है. അക്ര, ഓഫിർ, ബെസെത്ത, മോറിയ, സിയോൻ, ഒലിവ് ഇങ്ങനെ തുടങ്ങിയ വിവിധ മലകളുടെ ഒരു സമൂഹമാണ് സിയോൻ പർവ്വതം. अक्रा, ओफेर, बेसेता, मोरिया, सियोन, ओलिव, ये सब पहाड़ों का एक उसको बोलते हैं सियोन पहाड़. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ഉയരം കൊണ്ട് അതിമനോഹരമാണ്. वचन में ऐसे लिखा है कि उनको ऊंचाई से बहुत बड़ा सुंदर दिखता है. സർവഭൂമിയുടെ ആനന്ദമായി തലയുയർത്തി നിൽക്കുന്ന പർവ്വതമാണ് സിയോൻ പർവ്വതം. सारे पृथ्वी में उसको सिर ऊंचा रखा है. അവിടെയാണ് ദാവീദിന്റെ സിംഹാസനം സ്ഥാപിച്ചിരുന്ന കൊട്ടാരം. वही दाऊद अपने सिंहासन को रखा था. ദാവീദിനെ അടക്കം ചെയ്തിരിക്കുന്നതും ആ സിയോൻ പർവ്വതത്തിന് മുകളിലാണ്. दाऊद को सियोन के पहाड़ के ऊपर उनको कब्र में रखा है. രാജ്യങ്ങളിൽ നിന്നും പല വിസിറ്റേഴ്സ് അവിടെ സന്ദർശിക്കാൻ പോകാറുണ്ട്. बहुत सारे लोग उनको देखने के लिए उधर जाता है. ചില പ്രത്യേക സമയത്ത് എല്ലാ സ്ഥലങ്ങളും പോകുന്നവർ കാണാൻ സാധിക്കും. कहीं कहीं ऐसे अच्छा समय पर सब जगह हम जाके देख सकते हैं. ദാവീദിന്റെ സിംഹാസനം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. दाऊद का सिंहासन वहां रखा हुआ है. ദാവീദിന്റെ കിരീടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. दाऊद का जो मुकुट वहां रखा हुआ है. ദാവീദിന്റെ ശവകുടീരം തൊട്ടടുത്ത് ഒരു റൂമിലുണ്ട്. दाऊद का कब्र भी वही है. ദാവീദിന്റെ ശവകുടീരം എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധ ഒരു സ്ഥലമായിട്ടാണ് സൂക്ഷിക്കുന്നത്. दाऊद का जो कब्र है बहुत पवित्र माना जाता है. ദാവീദിന്റെ വംശാവലിയിൽ ഉദയനക്ഷത്രമായി വെളിപ്പെടാണ് അവിടെ മസിയ. दाऊद का जो पीढ़ियों में उदय की तारा करके यीशु मसीह प्रकट होने वाला है. ആ കർത്താവ് യേശു യഹൂദന്മാർക്കായി സിംഹാസനത്തിൽ ഇരുന്ന് വാഴ്ച നടത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. ओ प्रभु यीशु मसीह वहां सिंहासन में राज करेंगे. തലമുറ തലമുറയായി ഇസ്രായേൽ ജനം, पीढ़ियों से पीढ़ियों तक इसराइल के लोग, അവിടെ പൂർവ്വപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞിട്ടും അവർ സഹസ്രാബ്ദങ്ങളായി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യം. उनका जो बहुत सारे लोग मर चुके हैं, फिर से वो एक ही चीज का इंतजार कर रहे हैं, उसका नाम है परमेश्वर के राज्य. യെശയ്യാപ്രവചനം 32 അധ്യായം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ऐशिया का किताब उसका 32 अध्याय उसके एक वाक्य में ऐसे लिखा है, ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും, देखो एक राजा धार्मिकता के साथ राज्य करेगा അവന്റെ രാജപുത്രന്മാർ അധികാരത്തോടുകൂടെ ന്യായവിസ്താരം നടത്തും. और राजकुमारों न्याय से हुकूमत करेंगे. അത് വലിയ തീവ്രതയേറിയ അർത്ഥമുള്ള ഒരു വാക്യമാണ്. वो बहुत उसका उस वचन के अंदर बहुत सारे बातें हैं. ദാനിയേൽ പ്രവചനം 7 അധ്യായത്തിന്റെ 27 വാക്യം അതിനോട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. दानियल का किताब उसका 7 का 27 उसको हम पढ़ेंगे. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നത വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. तब राज्य और प्रभुता और धरती पर के राज्य की महिमा परम प्रधान ही की प्रजा अर्थात उसके पवित्र लोगों को दी जाएगी. उसका राज्य सदा का राज्य है और उसका और सब प्रभुता करने वाले उसके अधीन होंगे और उसकी आज्ञा मानेंगे. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണത്. बहुत सारे मतलब उसके अंदर है. ഭൂമിയിലെ രാജാക്കന്മാർ ഇവിടെ വാഴുന്നു, അവരുടെ കാലം കഴിയുന്നു,
പുതിയ രാജാക്കന്മാർ വരുന്നു. पृथ्वी में जो राजा लोग हैं उनके समय हो जाते हैं, दूसरे राजा लोग आता है. അവയെക്കുറിച്ച് ദാനിയേൽ പുസ്തകം 2:21 വാക്യം, दानियेल के किताब दूसरा अध्याय उसका 21वां वाक्य में ऐसे लिखा है, समयों और ऋतुओं को वही पलटता है, राजाओं का अस्त और उदय भी वही करता है, बुद्धिमानों को बुद्धि और समझ वालों को समझ भी वही देता है. ദാനിയേൽ പറയുന്ന 7-ാം അധ്യായം 14-18 വാക്യങ്ങൾ. दानियेल का पुस्तक 7 और 14 और 18 वाक्य. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യമാകുന്നു. उसके जो राज है हमेशा के लिए है, वो कभी खत्म नहीं होगा. അവന്റെ രാജ്യത്വം ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്വമാകുന്നു. उसके जो राज है कभी अनंत काल के लिए रह जाएगा. അത്യുന്നതന്റെ വിശുദ്ധന്മാർ, पवित्र लोग, परमेश्वर के पवित्र लोग ഈ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജാക്കന്മാരായിരിക്കും. वो लोग भी राज पद उनको भी राज मिलेगा और राजा बनेंगे, और वो लोग भी राज करेंगे. അതിന് കാരണം क्योंकि ഭരണാധികാരികൾ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുമ്പോൾ जो राज करने वाला लोग अपने जो पावर, जो अधिकार जो मिला है उसको बुरी तरह से बुरी काम के लिए जो इस्तेमाल करेंगे, तो അവിടെ ഭരണം കിരാതമാകുമ്പോൾ वो उनके जो राज करने वाला चीज जो खराब हो जाएगा, तो പ്രപഞ്ചത്തിന്റെ ഉടയവൻ, जो इस जगत को बनाया हुआ परमेश्वर ഈ ലോക ഭരണത്തിന് നിയന്ത്രണം ഏറ്റെടുക്കും. इस दुनिया का ये जगत, ये दुनिया का जो उनको जो राज जो करना है वो अपने ऊपर ले लेगा. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ वो पूरा सत्यनाश हुआ दुनिया में ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. कभी नाश ना होने वाला एक सिंहासन को वो बैठाएंगे. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം हजारों साल के बाद ഭരിച്ച ദൈവത്തിന്റെ പ്രിയനായ ദാവീദ് हजारों साल के पहले परमेश्वर का प्रियदास दानियल തന്റെ വംശ പാരമ്പര്യത്തിൽ अपने जो पीढ़ियों में, ദാവീദിന്റെ വംശാവലിയിൽ दाऊद की जो पीढ़ियों में ദാവീദിന്റെ പേരും വംശവുമായ दाऊद की जड़ और उनके जो बोर की तरह മസിയ രാജാവായി ഭരിക്കുമെന്ന് വിശ്വസിക്കുന്നു. प्रभु यीशु मसीह राजा बन गए, उधर राज करेंगे. അത് 1000 വർഷം നീണ്ടു നിൽക്കുന്ന രാജഭരണമായിരിക്കും. वो 1000 साल का एक राज होगा. നീതിയും ന്യായവും വഴിഞ്ഞൊഴുകുന്ന ഒരു രാജ്യഭരണം. वो धार्मिकता और सच्चाई उनके अंदर होगा. നീതിയും ന്യായവും സിംഹാസനത്തിന് അടിസ്ഥാനമാക്കി ഭരിക്കുന്ന ഒരു ഭരണകാലഘട്ടം. धार्मिकता और न्याय उसका सिंहासन के नीचे होंगे. उसका जो കള്ളത്തരത്തിനും അഴിമതിക്കും യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു ഭരണം. वो कोई भी गलत चीज उसका अंदर नहीं होगा. അങ്ങനെ ഒരു ഭരണമാണ് ദൈവരാജ്യ ഭരണം. ऐसे एक राज करने वाला समय है, परमेश्वर के राज्य के जो राज करने वाला का समय. 1000 വർഷത്തെ ഭരണം എന്ന് എവിടെ പറയുന്നു എന്നൊരു ചോദ്യമാണ്. 1000 साल के बारे में कहाँ लिखा गया करके एक क्वेश्चन आता है. 100 വർഷം തികച്ച് ജീവിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് 1000 വർഷം ഭരിക്കുന്നത്? वो 100 साल कभी जिंदगी में पूरा नहीं कर सकता, वो लोग कैसे 1000 साल का राज करेंगे? ഇവിടെ ഭരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. यहाँ जो राज करने वाला है, जो उद्धार पाया और परमेश्वर के लोग हैं. അവർ നോട്ടത്തിൽ മനുഷ്യപുത്രന്മാരാണ്. वो देखने में वो मनुष्य के पुत्र जैसे दिखता है, എന്നാൽ വാസ്തവമായി അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. सच्चाई में वो परमेश्वर के पुत्र लोग होता है. അവർക്ക് മരണമില്ല. उन लोगों को मृत्यु नहीं है. ഒരിക്കലും അവർക്ക് പിന്നെ മരിക്കാൻ കഴിയില്ല. वो कभी नहीं मर सकता है. രണ്ടാം മരണം അവർക്കുള്ളതല്ല. दूसरा मृत्यु उनके लिए नहीं है. അങ്ങനെ അവർ രാജാക്കന്മാരായി ഈ ലോകത്തിൽ ഭരിക്കും. वो लोग राजा बन के इस पृथ्वी पर राज करेंगे. 1000 വർഷം എന്ന് പറയുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്. जो 1000 साल के बारे में प्रकाशित वाक्य में लिखा है. പ്രകാശിത വാക്യം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 പാരഗ്രാഫിലാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ प्रकाशित वाक्य उसका 20वां अध्याय उसका 1 और 2 में लिखा है. മലയാളവും ഹിന്ദിയിലും ഇംഗ്ലീഷിലും പദപ്രയോഗങ്ങൾക്കും വാക്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. मलयालम, इंग्लिश और हिंदी में
हम इसे पढ़ेंगे थोड़ा थोड़ा फर्क दिखता है 1000 ആണ്ടേക്ക് ഒരുവന് ചങ്ങലയിടുന്നത് അവിടെ വായിക്കുന്നു. 1000 साल के लिए एक शैतान को बांध के रखने के बारे में उधर लिखा है. അത് 3-ാം വാക്യത്തിലാണ്, 20-3 उसका तीसरा वाक्य में उधर लिखा है. അതാണ് ഈ കാണുന്നത്. वही चीज हम इस स्क्रीन में दिखता है. അവിടെ അഗാധ കൂപം അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. बॉटमलेस के पिट के बारे में वहां लिखा है. 20-ന്റെ 5-ാം വാക്യവും 6-ാം വാക്യത്തിലും 1000 ആണ്ട് എന്ന് 2 പ്രാവശ്യം വീണ്ടും കാണുന്നു. उसका 20वां अध्याय 5 और 6 में फिर से दिखता है कि 1000 साल के बारे में. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അവസാനം 1000 ആണ്ട് എന്ന് വീണ്ടും അവിടെ വായിക്കുന്നു. उसका 20वां अध्याय उसके 6 वाक्य में फिर से 1000 साल के बारे में लिखा है. 7-ാം വാക്യത്തിൽ 1000 ആണ്ട് കഴിയുമ്പോഴോ എന്ന് വായിക്കുന്നു. उसका 7वां वाक्य में 1000 साल के बारे में फिर से लिखा है. അങ്ങനെ പല പ്രാവശ്യം 1000 ആണ്ട് എന്ന് അവിടെ വായിച്ചു. कई जगह पर हमने 1000 साल के बारे में पढ़ा है. അതിന്റെ തെളിവിലാണ് ഈ ഭരണം 1000 ആണ്ട് എന്ന് ഉറപ്പിക്കുന്നത്. ये सब बातों के बारे में हमने देखा है, उसी के वजह से हम बोलते हैं कि ये जो राज्य 1000 साल का है. ഈ 1000 ആണ്ട് ഭരണത്തിൽ ക്രിസ്തുവും നാം എങ്ങനെയായിരിക്കും? ये 1000 साल में हम और मसीह कैसे होंगे? ഈ ലോക മനുഷ്യൻ എങ്ങനെയായിരിക്കും? ये दुनिया के लोग कैसे होंगे? ഈ ലോക മനുഷ്യന്റെ അന്നത്തെ സാഹചര്യം എങ്ങനെയായിരിക്കും? इस दुनिया के लोगों को उस समय पर जो उनके जो परिस्थितियां क्या होगा? ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള വ്യത്യാസം എന്തായിരിക്കും? आज इस समय पर और उस समय में फर्क क्या होगा? അവയെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. उसके बारे में हम अगले एपिसोड में पढ़ेंगे. മറന്നു പോകരുത്, भूलो मत, ദൈവരാജ്യമാണ് നമ്മുടെ വിഷയം. हमारा विषय है परमेश्वर के राज्य. അത് മറ്റൊരു പദത്തിൽ ഉപയോഗിച്ചു സ്വർഗരാജ്യം. और दूसरा जगह पे हमने स्वर्ग के राज्य भी पढ़ा है. ഇവയെ കുറിച്ച് അടുത്ത് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. अगले इस एपिसोड पर हम इसका दूसरा ये सब चीजों के बारे में हम पढ़ेंगे. ഓക്കെ, ഗോഡ് ബ്ലസ് യു. परमेश्वर आप लोग को बहुत से आशीष करे.